ജോസൽ നമ്മൾ കാത്തിരിക്കുകയാണ് സമാപന സമ്മേളനത്തിനായി വിശിഷ്ടാതിഥികൾക്കായി കപ്പ് അനന്തപുരിയിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്നു തൃശ്ശൂരിലേക്കായി. ആ നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എത്രത്തോളം ഒരുക്കങ്ങൾ, എത്രത്തോളം ആവേശമാണ് അവിടെ. ഈ ആവേശകരമായ ഒരു കലോത്സവത്തിൻ്റെ ആവേശകരമായ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി നടത്തിയ ഒരു കലോത്സവത്തിൻ്റെ സമാപനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ രംഗങ്ങളിലും കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി നടത്തി എന്നുള്ള ചാരിതാർത്ഥ്യം സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും പറയാം എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ മുൻ കലോത്സവങ്ങളെ അപേക്ഷിച്ച് എല്ലാ വേദികൾ തിരഞ്ഞെടുത്തതാണെങ്കിലും 25 വേദികളിലായ 25 വേദികളും മികച്ച നിലവാരം പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ആഹാരം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ ഒരു ഭക്ഷണപ്പുര ഒരുക്കുക മാത്രമല്ല അവിടെ ചെയ്തത്. അവിടെ അതിനോടൊപ്പം തന്നെ ഒരു വെയിറ്റിംഗ് ഏരിയ, അവിടെ നിരന്തരമായി കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയും മികച്ച രീതിയിലുള്ള സംഘാടനമാണ് നടത്തിയത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെയർമാനായി KSTയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തവണ ഭക്ഷണപ്പുര കൈകാര്യം ചെയ്തത്. പഴയ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രുചികരമായ ഭക്ഷണം കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ വിളമ്പി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നു. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഗരസഭയുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ കുടുംബശ്രീയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ, മറ്റ് സന്നദ്ധ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ കൃത്യമായി അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഒരു രീതിയിലുള്ള പരാതിക്കും ഇടവരാത്ത രീതിയിലാണ് ഈ തവണത്തെ കലോത്സവം സംഘടിപ്പിക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇവിടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സിനിമാ താരങ്ങളായ ആസിഫ് അലിയും ടോവിനോ തോമസും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. മന്ത്രിമാർ GR അനിൽ അടക്കമുള്ള, K രാജൻ അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ ഇതിനോടകം തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ആവേശജനകമായ ഒരു സമാപനത്തിലേക്ക് നമുക്കറിയാം വടക്കൻ ജില്ലകൾ കുറേ കാലങ്ങളായി കപ്പ് കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ, അതിനു മുമ്പ് കോഴിക്കോട്, അങ്ങനെ വടക്കൻ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ കയ്യിൽ നിന്ന്, തെക്കൻ ജില്ലയുടെ കയ്യിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം പോയതിന് ശേഷം വടക്കൻ ജില്ലയുടെ കയ്യിൽ ആയിരുന്നു ഈ കപ്പ് നിരന്തരമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തവണ അതൊരു മധ്യ കേരളത്തിലേക്ക്, തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1008 പോയിന്റുമായി തൃശ്ശൂർ ജില്ല, മധ്യ കേരളത്തിലെ ഒരു ജില്ല കപ്പിൽ മുത്തമിടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും പുറകിൽ ഞാൻ വരുന്ന ഇടുക്കി ജില്ലയാണ്. പക്ഷേ 817 പോയിന്റ് ഇടുക്കി ജില്ലയ്ക്കുണ്ട്. 200 പോയിന്റ് ഏകദേശം വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതും ഒരു പിന്നോക്ക ജില്ല എന്ന നിലയിൽ ഏറ്റവും പുറകിൽ കിടക്കുന്ന ഇടുക്കി ജില്ലയ്ക്ക് പോലും 817 പോയിന്റ് ഉണ്ട് എന്നുള്ളതും സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. ഫിനിഷ.